കടലിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഭൂമിയിലെ കടലുകൾ കൂടുതൽ ചൂട് പിടിച്ചിരിക്കുന്നു. കൂടാതെ സമുദ്രത്തിന്റെ സ്വാഭാവികമായ അമ്ലതയേക്കാൾ ഇപ്പോൾ അതിന്റെ അസിഡിറ്റി കൂടുതലാണ്. ഇതിനെല്ലാം കാരണം മനുഷ്യർ മൂലമുണ്ടായ കാലാവസ്ഥ വ്യതിയാനമാണ്. വരും കാലങ്ങളിൽ ഭൂമിയുടെ താപനില വളരെയധികം ഉയരും എന്നതിനേക്കാൾ ശാസ്ത്രജ്ഞരെ കുഴപ്പിക്കുന്നത് ഭൂമിയും അതിലെ ജീവജാലങ്ങളും, പ്രത്യേകിച്ച് സമുദ്ര ജീവജാലങ്ങളും അതിനെ എങ്ങനെ അതിജീവിക്കുമെന്നതാണ്. വെൽക്കം ടു മോഷൻ ബുക്സ്. ഇറ്റ്സ് ഇൻഫോർട്ടൻറ്റ്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഓഷ്യാനോഗ്രാഫേഴ്സായ ജസ്റ്റിൻ കർട്ടിസ് ഡ്യൂഷൻ സംഘവും നിലവിലെ ആഗോള താപത്തിന്റെ അനന്തരഫലങ്ങൾ കണക്കാക്കുവാൻ വേണ്ടി ഇതിനു മുൻപുണ്ടായ വൻതോതിലുള്ള വംശനാശത്തിന്റെ വ്യാപ്തി കണക്കാക്കാൻ ഉപയോഗിച്ച ശാസ്ത്രീയ മാതൃകയിൽ ഒരു പഠനം നടത്തിയിരുന്നു. ഈ പഠനത്തിലൂടെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറച്ചില്ലെങ്കിൽ അടുത്ത 300 വർഷത്തിനുള്ളിൽ ഭൂമിയിലെ സമുദ്രങ്ങൾക്ക് നാശമുണ്ടാകും എന്ന് പഠനങ്ങൾ പറയുന്നു. പല സമുദ്രങ്ങളിലും വ്യത്യസ്ത രീതിയിലാകും അഫക്റ്റ് ചെയ്യുക. ഭൂമിയുടെയും സമുദ്രങ്ങളുടെയും താപനില ഉയരുന്നതിനനുസരിച്ച് അതിൻ്റെതായ മാറ്റങ്ങളും പ്രശ്നങ്ങളും ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലുള്ള സമുദ്രങ്ങളിലും ഉണ്ടാകും. ഇതിലേറ്റവും ആശങ്കാപരമായ കാര്യം എന്തെന്നാൽ ഭൂമിയിൽ മുമ്പുണ്ടായ 5 മാസ് എക്സ്റ്റൻഷനുകൾക്കും സമാനമായ നാശങ്ങളാണ് നമ്മുടെ സമുദ്രങ്ങളിൽ മാത്രമായി നടക്കാൻ പോകുന്നത് എന്നതാണ്. അതായത് അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്നത് സമുദ്രത്തിനടിയിലെ ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കുകയും സമുദ്രത്തിലെ ഓക്സിജന്റെ അളവ് കുറയുവാനും കാരണമാകും. ഭൂമിയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ സമുദ്രത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉഷ്ണമേഖലയിലുള്ള സമുദ്രജീവികൾ ഈ ഒരവസ്ഥയോട് ഇതിനോടകം തന്നെ ചെറിയ തോതിൽ പൊരുത്തപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ധ്രുവപ്രദേശങ്ങളിലെ ജീവികൾക്ക് ഈ സാഹചര്യത്തെ തരണം ചെയ്യാനുള്ള രീതിയിലുള്ള അഡാപ്റ്റേഷനോ അതല്ലാതെ അവർക്ക് ജീവിക്കാൻ മറ്റിടങ്ങളോ ഇല്ല. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സമുദ്ര ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്ന മുൻകാല കണക്കുകൂട്ടലുകളിൽ നിന്ന് സമുദ്രത്തിന്റെ ഭാവി കണക്കുകൂട്ടുക എന്നത് ശ്രമകരമായ ഒന്നാണ്. ഈ പഠനങ്ങളിൽ ഒന്നും പങ്കെടുക്കാതിരുന്ന ബെർലിനിലെ നാച്ചുറൽ മ്യൂസിയമായ മ്യൂസിയം ഫോർ നാച്ചുറൽകുണ്ടയിലെ പാലിയന്റോളജിസ്റ്റായ ഡേവിഡ് ലാസറോസ് പറഞ്ഞിരിക്കുന്നത്, വാസ്റ്റായി കിടക്കുന്ന ഇത്രയും മാസീവായ ജഡത്വമുള്ള ഓഷ്യനിൽ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സാരമായ മാറ്റങ്ങളോ എക്സ്റ്റൻഷനുകളോ ഉണ്ടാക്കുകയില്ല എന്നാണ്. എന്നിരുന്നാലും സമുദ്രങ്ങൾ വൈവിധ്യമാർന്ന ജീവജാലങ്ങളാൽ നിറഞ്ഞതും പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ ഉൾപ്പെട്ട വളരെ വ്യാപ്തിയുള്ള ഏരിയ ആണെങ്കിലും ആഗോളതാപനത്തിന്റെ ഏറ്റവും മോശമായ സാഹചര്യങ്ങൾ വന്നാൽ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അമിതമായ മത്സ്യബന്ധനം, കടൽ മലിനീകരണം എന്നിങ്ങനെയുള്ള മാനുഷിക ഇടപെടലുകളെക്കുറിച്ചോ അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചോ ശാസ്ത്രലോകമോ അതിലുൾപ്പെട്ടവരോ സംസാരിക്കുന്നില്ല എന്നാണ് ലാസറോസ് പറയുന്നത്. കൂടാതെ പലതരത്തിലുള്ള മീനുകളുടെയും മറ്റു സമുദ്രജീവികളുടെയും മെറ്റബോളിക് അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാഹചര്യങ്ങളെക്കുറിച്ചോ വസ്തുതകളെക്കുറിച്ചോ ശാസ്ത്രജ്ഞർ കൂടുതൽ അറിവ് നേടേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും മാറിവരുന്ന ചൂട് കാലാവസ്ഥയ്ക്കനുസരിച്ച് ഒട്ടുമിക്ക സമുദ്രജീവികൾക്കും അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യാനോ ചൂട് നിറഞ്ഞ ആവാസ വ്യവസ്ഥയിൽ പിടിച്ചു നിൽക്കാനോ കഴിയില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സമുദ്രങ്ങളിൽ ഇതുവരെ നടത്തിയ പഠനങ്ങൾ 2100 വരെ ഉണ്ടായേക്കാവുന്ന വിപത്തുകളെ കുറിച്ചാണ് പറയുന്നുള്ളൂ. എന്നാൽ നമ്മുടെ പ്രവൃത്തികളുടെ ഫലം അതിനും എത്രയോ കാലങ്ങൾക്ക് ശേഷം നിലനിൽക്കുന്ന തരത്തിലുള്ളതാണ്. നൂറ്റാണ്ടുകളായുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ സമുദ്രത്തിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളെ തടയാനുള്ള സമയം ഇതാണെന്നാണ്. 2100 ആകുമ്പോഴേക്കും നമ്മുടെ ഭൂമിയിലെ താപനില ഏകദേശം 3.6 ഫാരൻഹീറ്റ് ആയി വരും എന്നാണ് കണക്ക്. ഭൂമിയിലെ താപനിലയെ ഒരു മിനിമം ലെവലിലാക്കി നിർത്താൻ നമുക്കിപ്പോൾ സാധിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ നാശനഷ്ടങ്ങൾ സമുദ്രജീവികൾക്കെന്നല്ല ഒരു ജീവികൾക്കും താങ്ങാൻ കഴിയുന്നു വരില്ല. ഭാവിയിൽ വരാനിരിക്കുന്ന വംശനാശങ്ങൾ ഇനിയുള്ള കാലത്ത് നമ്മൾ പുറന്തള്ളുന്ന CO2 അളവിനെ ആശ്രയിച്ചിരിക്കും. അതായത് ഫോസിൽ ഫ്യൂൾസിന്റെ ഉൽപ്പാദനവും ഉപഭോഗവും കുറച്ചില്ല എങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന മാസ് എക്സ്റ്റൻഷനുകളേക്കാൾ വലിയൊരു വിപത്താണ് നമ്മെ കാത്തിരിക്കുന്നത്. അതല്ല, എമിഷൻ ട്രെൻഡുകൾ നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ, അതിൽ കുറവ് വരുത്താൻ കഴിഞ്ഞാൽ സമുദ്രത്തിൻ്റെയും അതിലെ വൈവിധ്യത്തിൻ്റെയും ഭാവിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സമുദ്രത്തിൻ്റെയും ഭൂമിയുടെയും എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ കൗതുകകരമായ ഒത്തിരി വീഡിയോകൾക്കായി മോഷൻ ബുക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.